ചെയ്യാം. അത് നമ്മൾ ആദ്യം ഫുള്ളും ഒരു സ്പോഞ്ച് കഷ്ണം വെച്ചിട്ട് ബ്ലാക്ക് പെയിൻറ്റ് ഫുള്ളും ഇങ്ങനെ മുക്കി അടിച്ചു കൊടുക്കണം. ഇനി നമ്മളൊരു ഗോൾഡൻ കളർ പെയിൻ്റ് എടുക്കുക. എന്നിട്ട് ഞാൻ പെൻസിലോ വെച്ചാൽ ചെയ്യുന്നത്. പെൻസിലോ പോയിൻ്റർ ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആ മാൻ്റെ കുപ്പിയാണ്, മാംഗോ ജ്യൂസിൻ്റെ കുപ്പിയാണ്, ആ കുപ്പിയിൽ വരഞ്ഞ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേപ്പർ പൂ ഉണ്ടാക്കണം. സാധാ നമ്മുടെ യെല്ലോ ഓറഞ്ച് ഷെയ്ഡുള്ള പേപ്പറാട്ടത്. അത് വെച്ച് നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതുപോലത്തെ കുറച്ച് ഫ്ലവർ നമുക്ക് ഒരു മാംഗോ കുപ്പീൻ്റെ ഒരു വട്ടത്തിന് ചുറ്റും കൊള്ളുന്ന ഒരു കുറച്ച് ഫ്ലവർ നമുക്ക് വെട്ടിയെടുക്കാം. ആ ഫ്ലവറിൻ്റെ ഒരു ഇതള് നമ്മൾ വെട്ടിക്കളയുക. എന്നിട്ട് നമ്മൾ പശ വെച്ചിട്ട് മറ്റേ 2 ഇതളും കൂടി ഒട്ടിക്കുക. അങ്ങനെ പൂവാക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ഇതളും ഒരു പെയിൻറ്റ് ബ്രഷോ പെൻസിലോ വെച്ചിട്ട് ഒരു ചുരുട്ടി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ വളഞ്ഞ് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അങ്ങനെ നമുക്ക് കൊടുക്കണം. ഇനി നമ്മൾ വേറൊരു പെൻസിൽ എടുക്കുക. എന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റിൽ മുക്കിയിട്ട് ഒരു ബ്ലാക്ക് ഡോട്ട് ആ ഫ്ലവറിൻ്റെ നടുക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഫ്ലവറിൻ്റെയും നടുക്കിൽ അങ്ങനെ ബ്ലാക്ക് ഡോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുപ്പി എടുത്തിട്ട് അതിൻ്റെ ഓരോ വശത്തും ഓരോ പൂവാക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ 6 വശമുണ്ട്, 6 വശമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പൂ ഫുള്ള് ഒട്ടിച്ച് കളഞ്ഞു. പിന്നെ നമ്മളപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ബോട്ടിൽ ആർട്ട് വെച്ചാൽ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി A4 ഷീറ്റിൽ നമ്മുടെ പേര് ചെയ്തിട്ട് അടിയിൽ നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.